ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കൂടി നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 6 മണിയാണ്. നമ്മൾ രാവിലെ തന്നെ നേരത്തെ പോവാണ് കേട്ടോ. വല്യമ്മയുടെ അവിടേക്കാണ് പോണത്. അവിടെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ ഷൊർണൂർ പോകുന്നുണ്ട്. ഷൊർണൂർ എൻ്റെ വീടാണ് കേട്ടോ, എൻ്റെ നാടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നാളെ ഗൾഫിൽ പോവാണ് കേട്ടോ. അച്ഛൻ അവിടെയാണ് ജോലി. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് നാളെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയും പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ കുളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ കുളിച്ച് വന്നത് അങ്ങനെ ഇറങ്ങുകയായി കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇറങ്ങിയിട്ടോ. അതാ വണ്ടിയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ കൊടുവായൂർ ഗണപതി അമ്പലത്തിൽ ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് തേങ്ങയൊക്കെ ഉടച്ച ശേഷമാണ് കേട്ടോ വന്നിട്ട്. അപ്പോൾ കുറേ ആയി ഏട്ടൻ വിചാരിക്കണം അവിടെ ഒന്ന് പോയി മുട്ട ഇറക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വരുമ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ തുരങ്കത്തിലെത്തിയിട്ടോ. കുതിരാൻ തുരങ്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ തൃശ്ശൂരൊക്കെ പോയി വന്നു കേട്ടോ. ഒരു 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പം ഇന്നും പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. രാവിലെ പുലർച്ചയ്ക്ക് അവിടുത്തെ എന്താ പറയുക വീഡിയോ എടുക്കുമ്പോൾ സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ദോശയൊക്കെ കഴിച്ചു. ദോശ, ഉഴുന്നുവട, സാമ്പാർ, ചട്നി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പം എന്താ പറയുക വല്യമ്മയുടെ വീട്ടിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ നേരത്തെ നമ്മൾ ഉറങ്ങി എണിച്ചോണ്ടേ അപ്പോൾ ഏട്ടന് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയുണ്ട്, വിശന്നിട്ട്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ചെറുതായി കഴിച്ചു. ഓരോ ദോശ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വല്യമ്മയുടെ വീടെത്തി. പിന്നെ അവിടെ വല്യമ്മ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഷെഡിലേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെഡിൽ പോയി. അവിടെ ഇതാ മൺപാത്രങ്ങളൊക്കെ നമുക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിതാ ഡിക്കിയിൽ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനും വല്യമ്മയും കൂടിയിട്ട് ഇതാ അടുക്കിക്കൊണ്ടിരിക്കണു. അപ്പം ഞാനും ഉണ്ട് കേട്ടോ. ഞാനും ഇടയിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഇതെല്ലാം അടുക്കി കഴിഞ്ഞു. ആകെ വേർത്ത് കുളിച്ചു കേട്ടോ. ഇതാ ഏട്ടനും ഞാനും അങ്ങനെ വേർത്ത് കുളിച്ചു. പിന്നെ ഇതാ നമ്മളിവിടെ ഷൊർണൂർ എത്തിയിട്ടോ. ഷൊർണൂർ എത്തിയപ്പോൾ അതാ അനിയത്തിയും പിള്ളേരൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അനിയത്തിയുടെ മോനാണ് കേട്ടോ. അപ്പോസ് ഇത് അച്ഛൻ, പിന്നെ ഇതാ അനിയൻ, അതാ ഏട്ടൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ. കുക്കിംഗ് എന്ന് വെച്ചാൽ ബിരിയാണിയാണ് കേട്ടോ. അന്ന് ഏൽപ്പിച്ചതാണ്. റൈസ് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ ഇതാ ചിക്കൻ കറിയൊക്കെ ഇവിടെ വെച്ചിരിക്കണം കേട്ടോ അമ്മ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ നാളെ പോണതുകൊണ്ട് തന്നെ ചെറിയച്ഛനും ചെറിയമ്മയും അനിയന്മാരും പിന്നെ അടുത്തുള്ള റിലേറ്റീവ്സ് കുറച്ച് പേര് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ നാളെ അച്ഛൻ പോവുമല്ലോ. അപ്പം ഇന്ന് നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് അവിടെയായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ പിള്ളേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണു. ഇത് പിന്നെ വല്യമ്മയുടെ മോളാണ് കേട്ടോ. ഷീജ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഭയങ്കര കൂട്ടാണ് കേട്ടോ. അത് അവളുടെ വീഡിയോ എടുക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. അമ്മ ഇതാ തിരുപ്പതിക്കൊക്കെ പോയപ്പോൾ മുട്ടയടിച്ചിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി ഇത് അമ്മ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സേമിയം പായസമാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയിൽ ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ വീഡിയോസ് എടുക്കാനും യൂട്യൂബിലിടാൻ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ പിന്നെ അതാ അവിടെ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയായിരുന്നു കേട്ടോ. വെറുതെ ഒന്ന് ചെയ്തതാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെയല്ല, ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പം ഞാൻ വല്യമ്മയുടെ മോളോട് വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ അതാ നമ്മൾ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ബിരിയാണി, ചിക്കൻ കറി, സലാഡ്, അച്ചാർ അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇത് അനിയത്തി കേട്ടോ. ഇത് അനിയത്തിയുടെ മോള്. പിന്നെ ഞാനിതങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കുറച്ച് നേരം. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനും അനിയത്തി അടുത്തടുത്താണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് കല്യാണം കഴിപ്പിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നാലും ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് വരാറുണ്ട്. ഇന്ന് പിന്നെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ അവർ ഒരു 5-6 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 4:30-ക്ക് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. പിന്നെ ഇതാ നമ്മളിവിടെ എത്തി. നമ്മൾ പാലക്കാട് പുതുനഗരത്ത് എത്തിയിട്ടോ. വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.